ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ തന്നെയാണ്, നമുക്ക് നല്ല ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും നല്ല ടയറാണ്. അപ്പോളോൻ്റെ ടയറാണ്, സാപ്പർ മോഡൽ, നല്ല ടയറാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്കൊന്ന് ഈ സർവീസ് കൂടി നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. കുറച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട്. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണിത്. ഇതും നിലവിൽ നോക്കുമ്പോൾ ഒരല്പം തേമാനമൊക്കെ ഉണ്ട്, പക്ഷേ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റുന്ന സിറ്റുവേഷനൊന്നും ആയിട്ടൊന്നുമില്ല. നിലവിൽ റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് വരുമ്പോൾ വെയിറ്റ് സെറ്റ് വന്നത് ശരിക്കും കമ്പനി ഷൂ അല്ല. ഈ ക്ലച്ച് വെയിറ്റ് വരുന്നത് ഒറിജിനലല്ല നമ്മൾ കിടക്കുന്നത്, ഒരു ASK തന്നെ കുറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ജർക്കിങ് കാര്യങ്ങളൊക്കെ കാണിക്കണം അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം അഴിച്ച് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ കുറേ നാളത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അതേപോലെ വീണ്ടും വരും. അത് ആ ക്ലച്ച് ഷൂ കറക്റ്റായിട്ട് ഈ ഡ്രമ്മിൽ പിടിക്കാണ്ട് വരുമ്പോഴാണ് ആ ജർക്കിങ് കാണിക്കുന്നത് കേട്ടോ. അതെന്തായാലും ഉണ്ടാവും. അതിപ്പോൾ പരമാവധി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇനി മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാം, അതാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ആ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നിർത്താം. പിന്നെ എൻജിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ ചോക്ക് ഇങ്ങോട്ട് വലിയുന്നുണ്ട്. അപ്പോൾ ചോക്ക് ഇവിടെ ഓണായി വരും. പക്ഷെ നമ്മളിവിടെ തട്ടണ സമയത്ത് അത് ഓൾറെഡി അങ്ങനെ തന്നെ ഓണായിട്ട് നിൽക്കുക കണ്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തള്ളി വിടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്രോൾ കൂടുതലായിട്ട് കത്തിപ്പോവും. അപ്പോൾ അത് കേബിളൊന്നും മാറ്റിയിടാം. ആ കേബിൾ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടുത്തെ ബാക്ക് സൈഡ് ഔട്ടർ പൊട്ടിയിരിക്കുക, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്കൊന്ന് മാറ്റിയേക്കാം. പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ പൊടിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, പക്ഷേ തൽക്കാലം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്കത് നെക്സ്റ്റ് സർവീസ് വരെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് തീരെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം കേട്ടോ. പിന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗം നമുക്കൊരു ഇടി കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ മൺഗാർഡ് കൊണ്ട് ലെവൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അത് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെൽഡ് ചെയ്യുന്ന സമയത്ത് തകിട് ഹീറ്റാകുമ്പോൾ പെയിൻറ്റ് പൊളിഞ്ഞു പോകും. അത് വേറെ ഓപ്ഷൻ ഇല്ല. ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റ് ടച്ച് ചെയ്യാം. ഇത് വൈറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ലിങ്ക് ബുഷിൻ്റെ ഉള്ളിൽ തന്നെ കോളർ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിടാം. അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഈ ഗ്രീൻ ബുഷും ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ അത്യാവശ്യമുണ്ട്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ടയറായാലും പുതിയ ടയർ, വലിയ പഴക്കമായിട്ടില്ല. അപ്പോളോൻ്റെ ടയർ കിടക്കണേ, സാപ്പർ മോഡൽ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 12.98 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പുതിയ ബാറ്ററിയാണ് എങ്കിൽ പോലും നമ്മളൊന്ന് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്തു എന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണം കേട്ടോ. തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ലതാണ്, അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതാണ് മെയിനായിട്ട്, ഇത്രയും വർക്കാണ് മെയിനായിട്ട് ഉള്ളത് കേട്ടോ. നമുക്ക് സാധാരണ ഉള്ളതിൽ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ആ ചോക്ക് കേബിൾ മാറ്റാം, ഫ്രണ്ടിലെ കോളർ ബുഷ് മാറ്റാം, അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ മൺഗാർഡ് ഭാഗം ലെവൽ ചെയ്തൊന്ന് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മൊത്തത്തിൽ നമുക്ക് വരുന്ന ചിലവ് പ്രതീക്ഷിച്ചിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം. ഏകദേശം എത്ര വരും നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.